ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മുമ്പത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു റെസിഡൻറ്റോർക്ക് വീട് കിട്ടുന്നുണ്ട്, ആ വീടിൻ്റെ കുടിയിൽ ഈ മാസം തന്നെ ഉണ്ടാവുമെന്ന്. അത് ഫിക്സ് ചെയ്തു കേട്ടോ. ഈ മാസം ലാസ്റ്റാണ് വീട്ടിൽ കുടിയൽ. അപ്പോൾ കുടിയലിനുള്ള ഞങ്ങളുടെ പ്രിപ്പറേഷൻസും ഇപ്പോൾ അവിടെ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു പ്ലാന്റർ ബോക്സ് പോലെ ആക്കിയിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പിൻ്റേത് അവസാനമല്ല, അപ്പോൾ അവർ ഇവിടെയൊക്കെ സ്റ്റോൺ ഇട്ടാൽ പിന്നെ പ്ലാന്റർ ബോക്സ് ഇല്ലാത്ത ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്ലാന്റർ ബോക്സ് കെട്ടിട്ടാൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചത്. ഇത് മാംഗോ വന്നിട്ടാ. ഇത് മാംഗോ ഓൾ സീസണാണ്. ഇത് ഇത്ര സൈസ് ചെയ്യുന്നുണ്ട്, ഇതിൽ വലുതാവുന്നില്ല, ഇതുവരെ വലുതായില്ല. ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ഒരിക്കൽ ഇടാം. എന്തായാലും വീട്ടിൽ കുടിയിൽ കഴിയട്ടെ. വേറൊരു സൈഡിൽ സ്റ്റോണ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ മുതലെന്തോ അതിൻ്റെ പണി തുടങ്ങും. അപ്പോൾ എന്തായാലും 10 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് തരുമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് സ്റ്റോണൊക്കെ ഇറക്കി വെച്ചു. ആ കല്ലിട്ട് കാണുന്നില്ലേ, അത് ലാൻഡ്സ്കേപ്പിൻ്റെ അവർ ഡിസൈൻ ചെയ്തത്. അവരുടെ ഡിസൈൻ അനുസരിച്ചിട്ട് അതുപോലെ കെട്ടിയതാണ്. അതിനിടയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതവർ വെക്കരുതെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് വെക്കാനൊക്കെ മനസ്സ് വന്നില്ല. പിന്നെ ഇത് മുന്തിരിയുടെ തൈയാട്ടോ. ഇത് കംബോഡിയൻ ആണെന്ന് തോന്നുന്നു. പിടിച്ചു, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഇത് പിടിക്കുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായില്ല. പിന്നെ കുറച്ച് നോക്കുമ്പോൾ അത് പൂവിട്ട് ചെറിയ ചെറിയ മുന്തിരിയൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ട. അത് ഇനിയും നല്ല പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ വീടിനകത്ത് എല്ലാം അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഇത് ഹോളിലൊക്കെ എല്ലാം ഫിറ്റ് ചെയ്യണം. സോഫയുടെ ഒക്കെ അളവ് എടുത്തിട്ട് പോയതാ. അവർ വന്നതിന് ഫിക്സ് ചെയ്യണം. പിന്നെ സെൻട്രൽ ഹാളിൽ വെക്കാനുള്ള AC അതൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഊഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ഫ്ലോർ സെൻട്രൽ ഹാളിലും പിന്നെ ബാൽക്കണിയിലും ഇടാനുള്ളത്. ഇതൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു 10 ദിവസം ഉണ്ടല്ലോ, അതിനകത്ത് എങ്ങനെയും സെറ്റാവും. അവിടെ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ ഇപ്പോൾ മൊത്തം കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ മറ്റേ ഇരിക്കുന്ന കുഷ്യനില്ല, അതൊക്കെ വന്ന് അടിച്ച് വെക്കേണ്ടതേ ഉള്ളൂ. ഇതാണ് വീടിൻ്റെ വർക്ക് ഏരിയ. ഈ പുറത്ത് കാണുന്ന കിച്ചൺ ഞങ്ങൾ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. വീട് പ്ലാനിലൊന്നും ഇതുണ്ടായില്ല. പിന്നെ ഞങ്ങൾക്ക് ആവശ്യം വരുമെന്ന് വെച്ചിട്ട് ഈ കിച്ചനും കൂടി കൺസ്ട്രക്ട് ചെയ്തതാണ്. കാരണം കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ പുറത്ത് ഭാഗത്തുള്ള കിച്ചണിലായിരിക്കും. പിന്നെ അത് സ്റ്റഡി റൂമായിരുന്നു. ഇത് പിന്നെ വേറൊരു ബെഡ്റൂമാണ്. ഇവിടത്തൊക്കെ എല്ലായിടത്തും പണി നടക്കണ്ടേ ഉള്ളൂ. ഈ പുറത്തത്തും ഉള്ളിലത്തും പണി പെട്ടെന്ന് എടുത്ത് തീർക്കാനാണ് നോക്കുന്നുള്ളത്. അതിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂളൊക്കെ കൊടുത്തേക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൻ്റെയും പണി കംപ്ലീറ്റ് ആയില്ല. അതിൻ്റെ ഇനി ഗ്ലാസ്സൊക്കെ വെക്കാണ്ട് ഇടയിൽ. സേബ അതിനകത്ത് പോയി കൂടിയിരിക്കുന്നു. പിന്നെ അവിടെ ലോക്ക് ചെയ്യാനൊക്കെ ആക്കിയിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ അറിയാതെ പോയാലോ, പ്രത്യേകിച്ച് സേബക്ക് വെള്ളം കണ്ടാൽ പിന്നെ ഒന്നും പറയണ്ട. അതുകൊണ്ട് പ്രത്യേകിച്ച് ലോക്ക് ചെയ്യാനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയേട്ടാ. ഇരുട്ടിയിലേട്ടാണ് പോയത്. അവിടെ നല്ലൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ കണ്ട പോലെ ഒന്നുമല്ല, ഒരു സാധനം കൊള്ളത്തില്ലെന്ന്. ഒരുപാട് ദൂരം വണ്ടി എടുത്ത് വന്നത് ഭയങ്കര വെറുതെ ആയിപ്പോയി. ഒരുപാട് ഡ്രസ്സ് നോക്കി, എന്നിട്ട് അതിൽ കൊള്ളാവുന്ന തോന്നുന്ന 2 കൂട്ടം ഡ്രസ്സ് എടുത്തു. പിന്നെ കണ്ണൂരിൽ നിന്ന് ഇരിട്ടി വരെ വന്നതല്ലേ, വെറും കൈയോട് പോയാൽ പിന്നെ ശരിയാവില്ലല്ലോ. പക്ഷെ പ്രൈസിൻ്റെ കാര്യം പറയാം കേട്ടോ, അത് അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. കൊള്ളാം. പ്രൈസിനൊത്ത സാധനങ്ങളുണ്ട്. പക്ഷേ എന്താ ഇച്ചിരി ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഡ്രസ്സൊന്നുമല്ല. പിന്നെ തോർത്ത് അങ്ങനത്തെ സാധനങ്ങൾ നല്ല വിലക്കുറവിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെടുത്ത തുണിയുമായിട്ട് ബില്ലിങ്ങിൽ പോയി. ബില്ലിങ്ങിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് വെയിറ്റ് ചെയ്തിട്ട് സമാധാനത്തിലെടുത്ത ഡ്രസ്സിൻ്റെ കടയിൽ ഒരുപാട് സമയം എടുത്തുകൊണ്ട് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. എന്നിട്ട് ചായ കുടിക്കാൻ പോയി ഞങ്ങൾ. അവിടുന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഉള്ള ഒരു കടയിലാണ് കയറിയത്. നല്ല ചായയും കട്ട്ലേറ്റും കഴിച്ചു. ആ സമയത്തേക്ക് സേബ ആലോചിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന്. നമ്മൾ ചായ കുടിക്കുമ്പോൾ അവൾക്ക് വേണ്ടത് നേരെ തൊട്ടപ്പുറത്തുള്ള ഒരു ടേബിളിൽ ആൾക്കാർ ചോറ് കഴിക്കുന്നുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അവൾക്കും ചോറ് വേണം. അപ്പോൾ ചോറ് പറഞ്ഞിട്ട് അവൾക്ക് ചോറ് കൊടുത്തു. അവൾ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, ബാക്കി റസി കഴിച്ചു. ചോറ് എങ്ങനെയെങ്കിലും ഒരു സൈഡാക്കുമ്പോൾ അവൾക്ക് അടുത്തത് വേണ്ട ജ്യൂസാണ്. അവൾ കഴിക്കുന്നതല്ല, അവൾക്ക് ആരുടെ കാണും അതുപോലെ അവൾക്ക് വേണം. എന്നിട്ട് അവൾക്ക് അതും മേടിച്ചു കൊടുത്തു. പിന്നെ എന്ത് ചെയ്യാനല്ലെങ്കിൽ കിടന്ന് കരഞ്ഞാലോ എന്ന്. അതും കുടിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങി. തൗഫീഖ് ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിലായിട്ടാണ് ഞങ്ങൾ കയറിയത്. നല്ല ഫുഡായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ചു. രാത്രിയൊക്കെ ആയി വീട്ടിലെത്താൻ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീട്ടിൽ കൂടെയുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ചാച്ചാ.